അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, മേലെ ഞാൻ കൊടുത്തിരിക്കുന്നത് സമസ്തക്കാരുടെ ഫത്വകൾ എന്ന പേരിൽ എഴുതപ്പെട്ട, അത് എഴുതിയ ആരാന്ന് വെച്ചാൽ കൊണ്ടോട്ടിക്കാരായ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബ് എന്ന് പറയുന്ന ചരിത്രകാരനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ പുസ്തകം എഴുതി. വളരെ ലഘുവായ പുസ്തകമാണ്, വളരെ മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ്. അപ്പോൾ ഈ സമസ്തക്കാരുടെ ഫത്വകളിൽ ഒരാൾക്ക് ഖാളിയാകാനും ഖതീബാകാനും ഇമാമാകാനുമുള്ള യോഗ്യത എന്ത് എന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് യാസർ മൗലവിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് ഏതായാലും എനിക്കറിയില്ല. ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ നിന്നൊന്ന് പെടുത്തേണ്ടതുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വീണ്ടും വരേണ്ടതുണ്ട് എന്ന നിലക്കാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്തത്. പ്രത്യേകിച്ചും യാസർ മൗലവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ ശരിയായ ഇസ്ലാമിക ദഅവത്ത്, സലഫി ദഅവത്ത് നടത്തുന്നവർ ഇവിടുത്തെ വിസ്ഡത്തിന്റെ ആളുകളാണ് എന്ന് ധരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വിസ്ഡക്കാരെ പരമാവധി സപ്പോർട്ട് ചെയ്യുകയും അവരുടെ നിലനിൽപ്പിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യാസർ മൗലവി. പല കാര്യങ്ങളും വിസ്ഡത്തിന് വേണ്ടി അദ്ദേഹം മൂടി വെക്കാറുണ്ട്. വിസ്ഡത്തിനെ തകർക്കാൻ പാടില്ല എന്ന അങ്ങേയറ്റത്തെ സൂക്ഷ്മതയും അദ്ദേഹത്തിനുണ്ട്. അതിനുള്ള ഉദാഹരണവും ഞാൻ പറഞ്ഞുതരാം. മഹാനായ സക്കരിയ സലാഹി റഹിമഹുല്ല വിസ്ഡത്തിന്റെ, അതായത് പഴയ ദഅവാ സമിതിയിൽ നിന്നും വേർപെട്ട് പോരുന്ന ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ അദ്ദേഹം നാട് നീളെ പ്രസംഗിച്ചിട്ടുണ്ട്. സംഘടനാവൽകൃതമായ ഒരു ദഅവത്ത് നമ്മൾ ഇനി വേണ്ട. സംഘടന എന്ന് പറഞ്ഞാൽ അത്തരം സംവിധാനം ഉണ്ടാക്കുന്നതിന് പണ്ഡിതന്മാർ ചില നിബന്ധനകളും വ്യവസ്ഥകളും ലവാബിത്തുകളും ശുറൂത്തുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. ആ ലവാബിത്തുകളും ഷർത്തുകൾക്കും വിധേയമായി കൊണ്ട് മാത്രമേ നമ്മൾ സംഘടന ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചപ്പോൾ വിസ്ഡത്തിന്റെ ആളുകൾ സക്കരിയാക്കൾ എന്നും അതേപോലെ തന്നെ ശുറൂത്തികൾ എന്നും പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് മദീനയിൽ വെച്ച് യാസിർ ബിൻ ഹംസ മൗലവിയുടെ ഒരു ക്ലാസ് സംഘടിപ്പിക്കപ്പെട്ടത്. ഒരു സ്വകാര്യമായ ഹാളിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു മീറ്റിംഗിൽ അദ്ദേഹം ഈ പറയുന്ന സക്കരിയ സലാഹി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ ആവർത്തിക്കുകയുണ്ടായി. സംഘടനകൾ തോന്നിയതുപോലെ ഉണ്ടാക്കാൻ പാടില്ല, അതിന് ചില വ്യവസ്ഥകളുണ്ട്, നിയമങ്ങളുണ്ട്, ശുറൂത്തുകളുണ്ട് എന്നൊക്കെ അദ്ദേഹം കൃത്യമായി കിതാബുകൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ച ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അത് പ്രസംഗിച്ചതിന് ശേഷം അദ്ദേഹം അതാരും റെക്കോർഡ് ചെയ്യാൻ പാടില്ല, പുറത്തു കൊടുക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുകയുണ്ടായി. അതിന് കാരണം എന്താന്ന് വെച്ചാൽ അന്നത്തെ വിസ്ഡത്തിന്റെ ആളുകൾ കൊടുത്തുള്ള തിട്ടൂരത്തിന്റെ ഫലമാണ്. പുറത്തു പറയാൻ പാടില്ല, നിങ്ങൾ മുണ്ടരുത് എന്ന് പറഞ്ഞാൽ നമ്മളെ യാസിർ ബിൻ ഹംസ സാഹിബ് പിന്നെ മുണ്ടൂല. ഏതായിരുന്നാലും ഏതോ ഒരു സുഹൃത്ത് ആ സംസാരം റെക്കോർഡ് ചെയ്യുകയും അദ്ദേഹം അത് പുറത്തു വിടുകയും ചെയ്തു. അതായത് സക്കരിയ സലാഹി പറഞ്ഞ അതേ ആശയം തന്നെ യാസിർ മൗലവി പറഞ്ഞിട്ടുള്ള ആ വിഷയമാണ് പുറത്തു കൊണ്ടുവന്നിട്ടത്. അതിന്റെ പേരിൽ യാസിർ സാഹിബിന് നമ്മുടെ ചില സുഹൃത്തുക്കളോട് വിയോജിപ്പും അനിഷ്ടവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ പുറത്തു വിട്ടെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് എൽമാണ്, മറച്ചു വെക്കാൻ പറ്റാത്ത എൽമാ നിങ്ങളിവിടെ പറഞ്ഞത്, അത് ജനങ്ങൾ അറിയണം, അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തു വിട്ടത്, നിങ്ങളെ സ്വകാര്യമായ കാര്യങ്ങളല്ല പുറത്തുവിട്ടത് എന്ന് മറുപടിയും പറയുകയുണ്ടായി. അപ്പൊ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ യാസിർ മൗലവി പൊതുവെ വിസ്ഡത്തിന് വേണ്ടി ചില കാര്യങ്ങളെ മുക്കി വെക്കാറുണ്ട്, ചില കാര്യങ്ങൾ മുടക്കി വെക്കാറുണ്ട്, ചില കാര്യങ്ങൾ മറച്ചു വെക്കാറുണ്ട്. അത് വിസ്ഡത്തെ സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിക ദഅവത്ത് കേരളത്തിൽ നിലനിൽക്കാനുള്ള അത്യാവശ്യമാണ്, അവരെ നോവിക്കാൻ പാടില്ല എന്നുള്ള ഒരാശയത്തിന്റെ പുറത്താണ് അദ്ദേഹം ഈ നടപടികളൊക്കെ ചെയ്യാറുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മാസപ്പിറവി വിഷയത്തിൽ ചർച്ചയ്ക്ക് യാസിർ മൗലവി വിസ്ഡത്തിന് വേണ്ടി വക്കാലത്ത് പിടിച്ച് വന്നപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട്. അത് കേവലം മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല, മുസ്ലിമീങ്ങളുടെ തൗഹീദുള്ളവന്റെ അഖീദ പൊളിക്കുന്ന തരത്തിലുള്ള ചില വിശകലനങ്ങളുമായിട്ടാണ് ഇവരിപ്പോ ഊരുതണ്ടിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇഖ്വാനിസത്തിന്റെ സ്വാധീനം നമ്മുടെ വിസ്ഡത്തിന്റെ ആളുകളെ നന്നായി പിടികൂടിയിട്ടുണ്ട്. അത്തരം വിസ്ഡത്തിന്റെ സ്വാധീന വലയത്തിൽ പെട്ടുകൊണ്ട് അവർക്ക് ന്യായം പറയലാണ് നമ്മളെ യാസിർ മൗലവി ചെയ്യുന്നത് എങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കും. നമ്മുടെ ഇസ്ലാമിക ദഅവത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ മാത്രമല്ല, ഭയങ്കരമായ പരിക്കുകൾ അത് ഉണ്ടാക്കി തീർക്കും എന്ന കാര്യം യാസിർ മൗലവി മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങൾ വിസ്ഡക്കാർ പറയുന്ന പോയിന്റുകൾക്കനുസരിച്ച് തെളിവുണ്ടാക്കി നാട് നീളെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇസ്ലാമിക ദഅവത്ത് കേരളത്തിൽ ഒരിഞ്ച് മുന്നോട്ട് പോകാതെ തകർന്നു പോകുന്ന സാഹചര്യമായിരിക്കും ഇവിടെ ഉണ്ടാകുക എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നത് നല്ല. നിങ്ങളെ പഠിപ്പിക്കാനൊന്നും ഞാൻ ആളല്ല.
പക്ഷേ നിങ്ങളുടെ ചെയ്തികൾ, ഇപ്പോൾ വന്നിട്ടുള്ള ചെയ്തികൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിങ്ങളുടെ വിഷയാവതരണത്തിൽ ഒന്നാമത് പറഞ്ഞ എന്താ? കാളിമാർ ഉറപ്പിച്ചാൽ പിന്നെ അതിനോട് നമ്മൾ യോജിച്ചു നിൽക്കണം എന്നാ നിങ്ങൾ പറഞ്ഞത്. അത് നിങ്ങൾ ഏതോ നാട്ടിലെ വിഷയമല്ല പറഞ്ഞത്, കേരളത്തിലെ മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ഖാദി പരാമർശം നിങ്ങൾ നടത്തിയിട്ടുള്ളത്. അതായത് നമ്മുടെ നാട്ടിലിപ്പം വലിയ ഖാദി ഈ ഒരു വിഷയത്തിൽ, മാസപ്പിറവി വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കണം. അവിടെ പിന്നെ KNM അല്ലെങ്കിൽ വിസ്ഡം, മറ്റ് സംഗതികൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതിനൊരു ശരിക്കും ഒരു വ്യവസ്ഥയുണ്ടല്ലോ, അത് മുമ്പേ ഉള്ളതാണ്. അപ്പോൾ അതാണ് നാം അവലംബിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എല്ലാവരും സഹകരിക്കണം. അവിടെ ശരിക്ക് അവരുടെ ആദർശത്തിലേക്ക് നമ്മൾ നോക്കേണ്ടതില്ല. കാരണം ഈ മാസപ്പിറവി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ഉമ്മത്തിനെ മൊത്തം ബാധിക്കുന്ന ഒരു സംഗതിയാണല്ലോ. അതുകൊണ്ട് തന്നെ ആരാണ് ഖാദിമാർ? ഇന്ന് കേരളത്തിൽ നടക്കുന്ന മാസപ്പിറവിയുടെ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഖാദിമാർ ആരാണ്? ആ ഖാദിമാരെ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ലേ. ആ ഖാദിമാർ ആരാണ് എന്നതിന്റെ തെളിവാണ് സമസ്തക്കാരുടെ ഫത്വയിൽ നിന്ന് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ കേട്ടോ. പ്രമേയം 8 കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ അനേക കൊല്ലമായിട്ട് നിരാക്ഷേപമായി നടന്നു വരുന്നതും ഇപ്പോഴും നടത്തി വരുന്നതുമായ താഴെ പറയുന്ന കാര്യങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളാൽ മതാനുസാരങ്ങളാണെന്ന് സ്ഥിരപ്പെടുത്തപ്പെട്ടതാണെന്നും ഇവ മതവിരുദ്ധങ്ങളാണെന്നോ അഥവാ ശിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും അവർ ഇമാമത്തിനും ഖതീബ് സ്ഥാനത്തിനും ഖാസി സ്ഥാനത്തിനും, അതായത് ഖാദി, കൊള്ളരുതാത്തവരാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നു എന്നാണ്. അപ്പൊ സമസ്തക്കാരന്റെ സുന്നഹദോസിൽ എടുത്ത തീരുമാനമാണ് എന്ത്? ഇവിടുത്തെ സെലഫികൾ ശിർക്കാണ്, കുഫറാണ് എന്ന് കൃത്യമായി വിശദീകരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ഒക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മതാനുസാരമായ വിഷയങ്ങളാണ് എന്നും അതൊന്നും ചെയ്യാത്തവൻ എന്തല്ല, ഖാദിയാകാൻ യോഗ്യനല്ല, ഖതീമാകാൻ യോഗ്യനല്ല, ഇമാമാകാൻ യോഗ്യനല്ല എന്നാണ്. ഇനി യോഗ്യത ഇല്ലാതാക്കുന്ന കാര്യം എന്താ? കേട്ടോ. സംഗതികൾ 1, മരിച്ചുപോയ അംബിയ, ഔലിയ, സാലിഹീങ്ങൾ അവരുടെ ധാത്തുകൊണ്ട്, ജാഹ്, ഹക്ക്, ബറക്കത്ത് ഇത്യാദി കൊണ്ടും തവസ്സുൽ അഥവാ ഇടതേട്ടം ചെയ്യുന്നതും, അവരെ നേരിട്ട് വിളിക്കലും, അവരെ വിളിച്ചു സഹായത്തിനപേക്ഷിക്കലും, അവരുടെ ആസാറ് കൊണ്ട് ബറക്കത്ത് മതിക്കലും. ഉണ്ടാ പച്ചയായ ശിർക്ക്. ഈ പറഞ്ഞൊക്കെ ശിർക്കല്ലേ? ഈ പറഞ്ഞ സംഗതികൾ മുഴുവനും കൊടിയ ശിർക്കിൽപ്പെട്ടതല്ലേ? മരിച്ചുപോയ അംബിയ, ഔലിയ, സാലിഹീങ്ങൾ ഇവരുടെ ദാത്ത് കൊണ്ടും ജാഹ്, ഹക്ക്, ബറക്കത്ത് കൊണ്ട് ഇത്യാദി കൊണ്ടും തവസ്സുൽ ചെയ്യുക, അത് കൊടിയ ശിർക്കായിനുണ്ട്, ശിർക്കിലേക്കുള്ള വസീലായിനങ്ങളുണ്ടെന്ന് ഉലമാക്കന്മാര് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ സൃഷ്ടികൾക്ക് ഹക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാളെ ഹക്ക് കൊണ്ട് തേടിയാൽ അവൻ കൊടിയ മുശ്രിക്കാണ് എന്ന് തഖിയുദ്ദീൻ അഹ്മദ് ഇബ്നുൽ മഖ്രീസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തജ്രീദ് തൗഹീദിൽ പറഞ്ഞിട്ടുണ്ട്. ഷാഫി പണ്ഡിതനാണ്. അതേസമയം കേവലം ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് വേറെ അർത്ഥത്തിലാണെങ്കിൽ അത് ശിർക്കിലേക്കുള്ള വസീലയാണ് എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ ഒന്നാമത്തത് അത്. രണ്ടാമത്തത് അവരെ നേരിട്ട് വിളിക്കലും. കണ്ടാ, അംബിയ ഔലിയാക്കന്മാരെ നേരിട്ട് വിളിക്കലും, അവരെ വിളിച്ചു സഹായത്തിന് അപേക്ഷിക്കലും. അപ്പൊ ഒന്നാമത്തെ പ്രാർത്ഥന യാ അല്ലാഹ് എന്ന് വിളിക്കുന്നവർ യാ ശൈഖ് മുഹീദ്ദീൻ എന്ന് നേർക്ക് നേരെ വിളിക്കുക. രണ്ടാമത്തതോ അവരെ വിളിച്ചു സഹായത്തിന് അപേക്ഷിക്കലും, യാ ഗൗസ് യാ മുഹീദ്ദീൻ അഗിസ്നി എന്ന് സഹായത്തിന് അപേക്ഷിക്കുക. അവരുടെ ആസാറുകളെ കൊണ്ട് ബറക്കത്ത് മതിക്കുക. അതായത് മഹാന്മാര് മരിച്ചുപോയവരുടെ അസറുകൾ കൊണ്ട് ബറക്കത്ത് എടുക്കുക. കബറിനെ പോയി തൊട്ട് തലോടുക, കബറിൽ പട്ടു പുതപ്പിക്കുക, അവിടുത്തെ എണ്ണ കൊണ്ട് ബറക്കത്തെടുക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കൊടിയ ശിർക്ക്, ബറക്കത്തിന്റെ പേരിൽ നടക്കുന്ന കൊടിയ ശിർക്ക്. ഇതൊക്കെ ചെയ്തെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റൂ? ഒരാൾക്ക് ഖാദിയാകാൻ പറ്റൂന്നാ. യാസിർ മൗലവി, ഞാൻ ചോദിക്കട്ടെ, ഇത്തരം ഒരു ഖാദിയുടെ തീരുമാനം ഒരു മുസ്ലിമിന് സ്വീകരിക്കാൻ പറ്റുമോ സാഹിബ്? നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കേ. ഇവരൊക്കെയാണ് ഖാദിയാകേണ്ടത് എന്നാണ് നിങ്ങളിവിടെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ദഅവത്ത് ഈ നാട്ടിൽ ഇനി ആവശ്യം ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലായിക്കോ. നിങ്ങളുടെ കുഴി തോണ്ടാൻ പാടില്ല. നിങ്ങളോടുള്ള നസീഹത്ത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ പറഞ്ഞ ഖാദിമാരെ അംഗീകരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടിന് പുറത്തുപോയിരിക്കുന്നു. കാരണം ഉലമാക്കന്മാർ എന്താ ഫത്വ കൊടുത്തിട്ടുള്ളത്? ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി എന്താ ഫത്വ കൊടുത്തിട്ടുള്ളത്? സാലിഹുൽ ഉസൈമീൻ എന്താ ഫത്വ കൊടുത്തിട്ടുള്ളത്? സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് എന്താണ് ഫത്വ കൊടുത്തിട്ടുള്ളത്? അതേ അവരൊക്കെ എഴുതിയ കിതാബിലൊക്കെ എന്താ ഉള്ളത്? ഇത്തരം പണികൾ ചെയ്യുന്നവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അവരെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല, അവരെ ഇമാമാക്കാൻ പാടില്ല,
കാരണം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാകുന്നു അവർ. ഈ വിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന ഒരാൾ മുസ്ലിം അല്ല, അവരെ മുസ്ലിം എന്ന് പറയാൻ പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞവരായ ഉലമാക്കന്മാർ ഇവിടെ ഉണ്ട്. അപ്പം മയ്യത്ത് പോലും നിസ്കരിക്കാൻ പറ്റാത്ത ആളുകളെ എങ്ങനെയാണ് നമ്മൾ കാളിമാരാക്കി അംഗീകരിക്കുക? ഞങ്ങൾക്ക് ഉത്തരം കിട്ടണം. നിങ്ങൾ അങ്ങനെ ഒഴുക്കം മട്ടിൽ പറഞ്ഞങ്ങ് പോയാൽ പോരാ. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയത്തിൽ നിങ്ങൾ കളിക്കുന്ന കളിയാണ്. ഈ കളി ഗുരുതരമായ കളിയാണ്. ആ കളി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കിട്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാകുന്നു ഈ ചർച്ച. അതുകൊണ്ടാണ് ഇത് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് പറയാം. മരിച്ചുപോയ അമ്പിയ ഔലിയ ഇവർക്കും മറ്റു മുസ്ലിമീങ്ങൾക്കും കൂലി കിട്ടുവാൻ വേണ്ടി ധർമ്മം ചെയ്യലും കോഴി ആട് മുതലായ നേർച്ച ചെയ്യലും അവർക്ക് വേണ്ടി ഖുർആൻ ഓതലും ഓദിക്കലും മുസ്ലിം മയ്യത്തുകളെ മറവ് ചെയ്തതിന് ശേഷം കബറിങ്കൽ വെച്ച് തൽഖീൻ ചൊല്ലിക്കൊടുക്കലും മയ്യത്തിനു വേണ്ടി കബറിങ്കൽ വെച്ചും മറ്റു സ്ഥലത്ത് വെച്ചും ഖുർആൻ ഓതലും ഓദിക്കലും ഖബർ സിയാറത്ത് ചെയ്യലും ഖബറാളികൾക്ക് സലാം പറയലും അവർക്ക് വേണ്ടി ദുആ ഇരക്കലും ഖബർ സിയാറത്തിന് യാത്ര പോകലും ആയത്ത് ഹദീസ് മറ്റ് മുഅസ്സമായ അസ്മാ ഇവ കൊണ്ടും മന്ത്രം ചൊല്ലലും ഉറുക്ക് എഴുതി കെട്ടലും പിഞ്ഞാണം എഴുതി കൊടുക്കലും വെള്ളം നൂല് മുതലായ മന്ത്രിച്ചു കൊടുക്കലും ബുർദ ബോധി മന്ത്രിക്കലും ഇതൊക്കെ ചെയ്യണം. എന്തിന്? നല്ല ഖാദിയാകാൻ, നല്ല ഇമാമാകാൻ എന്ന് പറഞ്ഞാൽ കൊടിയ ബിദഅത്ത്, ശിർക്കായ ബിദഅത്തുണ്ട്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണ ബിദഅത്തുണ്ട്, അതുപോലെ പുറത്തു പോകുന്നില്ലെങ്കിലും കൊടിയ ബിദഅത്തായി തീരുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തെങ്കിലേ ഖാദിയാകൂ എന്നാ പറയുന്നത്. ഈ ഖാദിയെ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ യാസർ മൗലവി? നിങ്ങൾ വിസ്തക്കാർക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കുക. കാരണം അവർക്ക് ഈ ഖാദിമാരല്ലാതെ വേറെ ആരും ഉറപ്പിച്ചാൽ പറ്റൂല എന്നാ പറയുന്നത്. അത് നിങ്ങളൊന്ന് വിശദീകരിച്ചു കൊടുക്ക്. ഇത് വലാഹിന്റെയും ബറാഹിന്റെയും വിഷയമാണ് കേട്ടാ. വലാഹ് ബറാഹ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അഖീദയുടെ അടിസ്ഥാന വിഷയമാണ് എന്ന് യാസർ മൗലവിയെ ഞാൻ പഠിപ്പിക്കേണ്ടതുണ്ടോ? അങ്ങനെ വലാഹിന്റെയും ബറാഹിന്റെയും വിഷയമായി തീർന്നിട്ടുള്ള ഇക്കാര്യത്തിലാണ് ഈ അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നത്, അഥവാ തനിച്ച ഇഖ്വാനിയത്തിന്റെ നിലപാട് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ വിഷയം വായിക്കാം. ഖാദിരിയ, ശാദുലിയ, റിഫായിയ മുതലായ ത്വരീഖത്തുകളിലെ ശരിയായവന്മാരുടെ കൈത്തുടർച്ചയും ഒറ്റക്കും യോഗം ചേർന്ന് നടപ്പുള്ള റാത്തീബും ത്വരീഖത്തിലെ ദിക്റുകൾ ചൊല്ലലും ദലായിലുൽ ഖൈറാത്ത് ഹിസ്ബുൻ നബവി അസ്മാഉൻ നബി അസ്മാഉൽ ബദരിയീൻ ഹിസ്ബുൽ ബഹർ മുതലായ വിർദുകളെ ചട്ടമാക്കലും ദിക്റുകൾ കണക്കാക്കാൻ തസ്ബീഹുമാല ഉപയോഗിക്കലും. അടാ, ഇതൊക്കെ എന്താകണം? ഈ വൃത്തികെട്ട പണിയൊക്കെ ചെയ്തെങ്കിലേ എന്താവും? ഖാദിയാകുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരു ഖാദിയെ ഖാദിയാക്കാൻ നമുക്ക് പറ്റുമോ യാസർ മൗലവി? നിങ്ങളൊന്ന് പറയ്. നീ ആറാമത്തെ വായിച്ചരാ. മങ്കൂസ് മുതലായ വിർദുകൾ, ബദരിയത്ത്, ബൈത്ത്, ബദർമാല, മുഹീദ്ദീൻ മാല, റിഫായി മാല മുതലായ നേർച്ചപ്പാട്ടുകൾ ചൊല്ലുകയും ചൊല്ലിക്കുകയും ചെയ്യുക. വല്ല നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ എന്ന പാട്ട് പാടണമെന്ന്. പാച്ച ശിർക്കും കുഫറുമായി പാട്ട് പാടുന്നവൻ ആയിരിക്കണാര്? ഖാദി. ഈ പാട്ടും തോന്നിവാസവും പാടി നടക്കുന്നവരായ ആളുകൾക്കാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത്. അവർക്ക് മാത്രമേ ഖാദിയാകാൻ യോഗ്യതയുള്ളൂ, അവർക്ക് മാത്രമേ ഇമാമത്തിന് യോഗ്യതയുള്ളൂ. ഇതൊക്കെ ശിർക്കാണ്, കുഫറാണ് എന്ന് പറയുന്നവരെ പരിഗണിക്കാൻ പാടില്ല. അവർ ലാലും മുതില്ലുമാണ് എന്ന് പറയുകയും പരമാവധി അകറ്റി നിർത്താൻ വേണ്ടി കേരളത്തിലെ പല തരത്തിലുള്ള സമസ്തക്കാർ പരിപൂർണമായി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരം ആളുകളോട് വലാഹ് പ്രഖ്യാപിക്കുകയും മാസപ്പിറവി എന്ന് പറയുന്ന ഇജ്തിഹാദി ഒരു മസലയുടെ പേരിൽ കുറെ ആളുകളെ നിങ്ങൾ കശാപ്പ് ചെയ്യാൻ വേണ്ടി നടക്കുകയുമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആരോടാണ് യഥാർത്ഥത്തിൽ കൂറ്? ഈ ഖുറാഫികളോടാണോ നിങ്ങൾ കൂറ് കാണിക്കേണ്ടത്, അതോ അഹ്ലുസുന്നത്തിന്റെ ആളുകളോടാണോ നിങ്ങൾ കൂറ് കാണിക്കേണ്ടത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ഈ വിഷയം പഠിക്കണം. ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താന്നുള്ളത് കൃത്യമായി നിങ്ങൾ പഠിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ നിലപാടെടുക്കാൻ. ഞങ്ങൾക്ക് ഇത് കൃത്യമായി അറിയാം. ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് ലോകത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളും സൗദി അറേബ്യയുടെ തീരുമാനപ്രകാരം നോമ്പും പെരുന്നാളും എടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ലോകത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളോടൊപ്പം പെരുന്നാൾ, മുസ്ലിമീങ്ങളോടൊപ്പം നോമ്പ്, മുസ്ലിമീങ്ങളോടൊപ്പം അറഫ, ഇതാണ് ഞങ്ങളുടെ നിലപാട്. അത് പ്രമാണയോഗ്യമായ 100% പ്രമാണയോഗ്യമായിട്ടുള്ളതാണെന്ന് മാത്രമല്ല, പണ്ഡിതന്മാരുടെ കൃത്യമായ ഫത്വകൾ അതിന് വിധേയമായിട്ടുണ്ട് താനും. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്.